CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരാനിരിക്കെ EP സഖാവിന്റെ കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ സെൽഫ് ഗോളടിച്ച് ജാഗ്രതക്കുറവ് കാട്ടിയ EP ജയരാജൻ പാപിയാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു. പാപിയുടെ കൂടെ ശിവൻ പോയാൽ ശിവനും പാപി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. BJP നേതാവ് ജാവേദ് ഇക്രയും ദല്ലാൽ നന്ദകുമാറിനെയും കണ്ട കാര്യം EP വെളിപ്പെടുത്തിയതോടെ പാർട്ടി വെട്ടിലായിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നതെങ്കിലും ഒപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ BJPയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും. EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം CPMനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യമുയർന്നതാണ് വിവരം. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ EP ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ CPMന് ഇതുവരെ മാറിയിട്ടില്ല. തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് EPക്കെതിരായ പൊതുനിലപാട്. മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. ആരോപണം ആസൂത്രിത ഗൂഢാലോചനയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമൊക്കെ ജയരാജൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ ന്യായമായി നേതാക്കൾ ഗണിക്കുന്നില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് CPM കോൺഗ്രസിനെതിരെ ഉയർത്തിയ ആക്ഷേപം. ഇതിനിടെയാണ് അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. തുടർന്നാണ് ശോഭാ സുരേന്ദ്രന്റെയും EP ജയരാജന്റെയും പേര് പുറത്തു വന്നത്. ആ ചർച്ച വളർന്ന് അഗ്നിപർവ്വതമായപ്പോൾ ലാവ മുഴുവൻ ചിതറിത്തെറിച്ച് CPMന്റെയും EP ജയരാജന്റെയും മേലാണ്. തിരുവനന്തപുരത്തുള്ള മകന്റെ ഫ്ളാറ്റിലെത്തി BJP നേതാവ് പ്രകാശ് ജാവേദ്കർ തന്നെ കണ്ടുവെന്ന് EP തന്നെ വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് CPM നേതൃത്വം കേട്ടത്. വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുക എങ്ങനെയാണെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും EP പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് CPMമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി BJP കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നുവെന്ന് BJP നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി ആരോപണം ഉന്നയിച്ചു. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദ വ്യവസായവുമായുള്ള ദേശാഭിമാനി ഭൂമി ഇടപാട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധുനിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ EP ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടിയെടുത്തിരുന്നു. അതുകൂടി ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. ഏതായാലും പാർട്ടി നേതൃത്വം EPക്കെതിരെ എന്തു നടപടി കൈക്കൊള്ളുമെന്നതാണ് വരും ദിനങ്ങളിലെ ചർച്ചാ വിഷയം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.